Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് ഹിസ്റ്ററിയുടെ പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 ഫെബ്രുവരിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആയതിലെ ആറാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. Once again, welcome to I Plus Training Solutions. നമുക്ക് നോക്കാം. 26th question ആണ്. The Roman emperors who signed the Edict of Milan in 313 CE. 313 CE Edict of Milanൽ സൈൻ ചെയ്തിട്ടുള്ള റോമൻ എംപറേഴ്സ് ആരൊക്കെ ആയിരുന്നു എന്നാണ് ചോദ്യം. വാലൻസ് ആൻഡ് ലിസിനിയസ്, കോൺസ്റ്റാന്റിൻ ആൻഡ് തിയോഡൈസസ്, കോൺസ്റ്റാന്റിൻ ആൻഡ് നീറോ, കോൺസ്റ്റാന്റിൻ ആൻഡ് ലിസിനിയസ്. ആരാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. കോൺസ്റ്റാന്റൈൻ ആൻഡ് ലിസിനിയസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ CE 313 ഈഡിക്റ്റ് ഓഫ് മിലാനിൽ സൈൻ ചെയ്തിട്ടുള്ള രണ്ട് റോമൻ എംപറേഴ്സ് ആരൊക്കെയായിരുന്നു? കോൺസ്റ്റാന്റൈനും അതുപോലെ ലിസീനിയസും ആയിരുന്നു കേട്ടോ. കോൺസ്റ്റാന്റൈൻ ഫസ്റ്റ് ആണ് കേട്ടോ, കോൺസ്റ്റാന്റൈൻ ഫസ്റ്റ് ആണ്, ഓർമ്മയിൽ വെക്കണേ. ഓക്കെ, ഈഡിക്റ്റ് ഓഫ് മിലാനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CE 313 ആണ് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. റോമൻ എംപയറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളംബരമാണ് ഈ ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് ടോളറൻസ് അക്രോസ് റോമൻ എംപയർ, അതായത് റോമൻ എംപയറിൽ മൊത്തത്തിൽ ഒരു മത സ്വാതന്ത്ര്യം, അതായത് ക്രിസ്തു മതത്തിന് നിയമസാധുത നൽകുകയും എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Then officially ended the persecution of Christians. അതായത് ക്രിസ്ത്യാനികളെ പെർസിക്യൂട്ട് ചെയ്യുന്ന പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം. അതായത് അതുവരെ ക്രിസ്ത്യാനികൾക്ക് വളരെ ക്രൂരമായിട്ടുള്ള പെർസിക്യൂഷൻസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു അവസാനം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതാണ് ഓർഡേർഡ് ദ റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി പ്രീവിയസ്ലി സെയ്സ്ഡ് ഫ്രം ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ്, അതായത് സ്വത്തുവകകളൊക്കെ തിരികെ നൽകല്. ക്രിസ്ത്യാനികളിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളും പള്ളികളും അതിന്റെ നഷ്ടപരിഹാരങ്ങളും ഒക്കെ തിരികെ നൽകുക, അതായത് അതിനും കൂടി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന പ്രൊക്ലമേഷൻ. ഓക്കെ, അപ്പോൾ ഈ വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ റിലീജിയസ് ടോളറൻസ് അതിനെ കുറിച്ചിട്ട് പറയുന്ന, അതായത് മതസഹിഷ്ണുതയെ കുറിച്ച് പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു രേഖകളിൽ ഒന്നാണ് ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്നത്. 313 CE ആരൊക്കെ തമ്മിലായിരുന്നു? കോൺസ്റ്റാന്റൈനും അതുപോലെ ലിസിനിയസും തമ്മിലാണ് ഇത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റാന്റൈൻ ഫസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കട്ടെ. ഈഡിക്റ്റ് ഓഫ് തെസ്സലോനിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഈഡിക്റ്റ് ഉണ്ട്. 380 CE ഈഡിക്റ്റ് ഓഫ് തെസ്സലോനിക്ക. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ ക്രിസ്തീയ മതത്തിനെ ഉണ്ടല്ലോ, ക്രിസ്ത്യാനിറ്റിനെ റോമിന്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട്, സ്റ്റേറ്റ് റിലീജിയനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈഡിക്റ്റ് ഓഫ് തെസ്സലോനിക്ക. ഈഡിക്റ്റ് ഓഫ് എന്താണ്? തെസ്സലോനിക്ക കേട്ടോ. അടുത്ത ചോദ്യം, ഹാറൂൺ അൽ റഷീദ് ബിലോങ്സ് ടു ഡാഷ്. ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹാറൂൺ അൽ റഷീദ് ഉള്ളത്? ഉമൈദ്, അബ്ബാസിദ്, റാഷിദുൽ, സഫവിദ്. ഏതാണ്? ഓപ്ഷൻ ബി അബ്ബാസിദ്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അല്ലെ. അബ്ബാസിദ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ ഖലീഫയായിരുന്നു ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 786 ടു 809 CE വരെയായിരുന്നു. അതായത് ഇസ്ലാമിക് ഗോൾഡൻ ഏജിന്റെ ഒരു ഉന്നതിയായിട്ട് കണക്കാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിനെയാണ് കേട്ടോ. അപ്പോ ഈ ഒരു അദ്ദേഹത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന തലസ്ഥാനം ഏതായിരുന്നു? ക്യാപിറ്റൽ ബാഗ്ദാദ് ആയിരുന്നു. അപ്പൊ ബാഗ്ദാദിന് ലോകത്തിലെ ഏറ്റവും വലിയ കൾച്ചറൽ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഒരു കൾച്ചറൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ദെൻ ബൈത്തുൽ
ഹിക്മ അല്ലെങ്കിൽ ബൈത്ത് അൽ ഹിക്മ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് വിസ്ഡം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഒന്നാണ് ഈ ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ എന്താ ബാലരമയിലൊക്കെ പണ്ടത്തെ 90s കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബാലരമയിലൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരിക്കും 1001 രാവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെയിൽ, അതായത് 1001 നൈറ്റ്സ് അല്ലെങ്കിൽ അറേബ്യൻ നൈറ്റ്സ് എന്നൊക്കെ പറയുന്ന കഥാസമാഹാരം അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ, അറബിക് കഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലരമയിലോ ബാലഭൂമിയിലോ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സീരീസ് ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഈ ഹാറൂൺ അൽ റഷീദ് കേട്ടോ. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഷിദുനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് ഉണ്ടല്ലോ, നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ആ ഒരു മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടം, അതായത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവരുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിനെയാണ് റാഷിദുൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡൈനാസ്റ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതാണ് റാഷിദുൻ. ഇനി ഉമൈദ് അല്ലെങ്കിൽ ഉമൈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ബാസിദുകൾക്ക് മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജവംശം. ദമാസ്കസ് ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്നത് ഉമൈദ്സിന്റെ. സഫവിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽക്കാല പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഷിയ ഡൈനാസ്റ്റി ആണ് സഫവിദ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം മെറ്റാ ഹിസ്റ്ററി വാസ് കോയിൻഡ് ബൈ ഡാഷ്. ആരാണ് മെറ്റാ ഹിസ്റ്ററി എന്നുള്ള ടേം കോയിൻ ചെയ്തത്? ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിലിങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ വരാറുണ്ട് അല്ലെ, ആ ടേംസ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളത് പഠിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ സെറ്റിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ്, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മുന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോ മെറ്റാ ഹിസ്റ്ററി എന്നുള്ള ടേം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആരാണ്? ജോൺ കാർലി, റോബർട്ട് കണ്ണിംഗ്ഹാം, ഹൈദൻ വി വൈറ്റ്, ആന്റോണിയോ ഗ്രാംഷി. ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഹൈഡൻ വൈറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. 1973 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന മെറ്റാ ഹിസ്റ്ററി, ദ ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻ ഇൻ 19th സെഞ്ചുറി യൂറോപ്പ് എന്നുള്ള തന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കിലാണ് അദ്ദേഹം ഈ മെറ്റാ ഹിസ്റ്ററി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ മെറ്റാ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയോ? ഹിസ്റ്റോറിയോഗ്രാഫിനെ ഒരു ലിറ്റററി രൂപമായിട്ട് അദ്ദേഹം ഈ ഒരു മെറ്റാ ഹിസ്റ്ററിയിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും ഓരോ ഇവന്റിനെയും ഒരു നറേറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു കഥാപരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു മെറ്റാ ഹിസ്റ്ററി എന്നതുകൊണ്ട് വിശദീകരിക്കുന്നത്. ഞാന് ഈ ഇതില് അന്റോണിയോ ഗ്രാംഷിയുടെ പേര് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊന്ന് പറയാണ് കേട്ടോ. അന്റോണിയോ ഗ്രാംഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ് ഹെജിമണി എന്നുള്ളത്. ഇതും സെറ്റിന്റെ പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ HSA സോഷ്യൽ സയൻസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെജിമണി എന്നുള്ള ടേം ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത്. ഓക്കെ, അത് ഈ ഹെജിമണി എന്നുള്ള ആ ഒരു ആശയത്തിലൂടെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അന്റോണിയോ ഗ്രാംഷി. ഒരു മാർക്സിസ്റ്റ് ചിന്തകനായിരുന്നു അദ്ദേഹം. തോമസ് കാർലൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് മാൻ തിയറി, അതായത് ചരിത്രം എന്നത് മഹാന്മാരുടെ ജീവചരിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു തോമസ് കാർലെ. നമ്മൾ ഹിസ്റ്ററിയുടെ ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇൻ റിസർച്ച് ഈസ് എ സജഷൻ ഓഫ് പോസിബിൾ കണക്ഷൻ ബിറ്റ്വീൻ ഇമാജിൻഡ് ഫാക്ട് ആൻഡ് ആക്ച്വൽ ഫാക്ട്. അതായത് ഇമാജിൻഡ് ഫാക്റ്റും ആക്ച്വൽ ഫാക്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു പോസിബിൾ കണക്ഷനെ പറ്റി പറയുന്ന ഒരു സജഷൻ ഉണ്ടല്ലോ, അതിനെ റിസർച്ചിൽ എന്താണ് പറയുക എന്നാണ് ചോദ്യം. തീസിസ്, ഹൈപ്പോതീസിസ്, അനാലിസിസ്, അബ്സ്ട്രാക്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതാരും തിരിച്ചിട്ടില്ലല്ലോ അല്ലെ. നോക്കാം, ഏതാ? ഓപ്ഷൻ ബി ഹൈപ്പോതീസിസ് ആണ് അല്ലെ നമ്മുടെ ആൻസർ വരുന്നത്. റിസർച്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും എന്നാൽ പ്രൂവ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരു ടെമ്പററി നിഗമനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോതീസിസ് എന്ന് പറയുന്നത് അല്ലെ. ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ടെന്റേറ്റീവ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. ആ ഒരു വേർഡ് ഒരു കീവേഡ് ആയിട്ട് തന്നെ പഠിച്ചോളൂ. ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെന്റേറ്റീവ്
ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിലൊക്കെ കാണാറുള്ള ഒരു വരിയാണ് എ ഹൈപ്പോത്തസിസ് ഈസ് എ ടെന്റേറ്റീവ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സജസ്റ്റ് എ പോസിബിൾ ലിങ്ക് ബിറ്റ്വീൻ എ തിയറട്ടിക്കൽ ഐഡിയ ആൻഡ് ഒബ്സർവബിൾ റിയാലിറ്റി. ഓക്കെ, നമ്മുടെ റിസർച്ച് ഫുൾ ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, ഇങ്ങനെ ആയിരിക്കും വരിക. അങ്ങനെ നമ്മളൊരു ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുകയാണ്. പക്ഷെ റിസർച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, നമുക്ക് തിരുത്തേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പൊ ഇതൊരു ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക കേട്ടോ. തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് ശേഷം അവതരിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രബന്ധം എന്ന് പറയുന്ന ഈ തീസിസ് അല്ലെ. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു റിസർച്ചില് അല്ലെങ്കിൽ ഒരു റിസർച്ച് തീസിസില് അല്ലെങ്കിൽ അതിന്റെ ഒരു ലേഖനത്തിലോ അതിന്റെ ഒരു ഉള്ളടക്കം ഉണ്ടാവില്ല, അതിന്റെ ഒരു കണ്ടന്റ്, അതിനെ വളരെ ചുരുക്കിയിട്ട് വിശദീകരിക്കല്ല, അതിനെ വളരെ ചുരുക്കിയിട്ട് പറയുന്നതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The close link between history, economics and statistics has long been recognized and ultimately evidenced through the term. അതായത് ഈ സബ്ജക്റ്റുകൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് മുന്നേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു ബന്ധത്തിനെ കാണിക്കുന്ന ടേം ഏതാണ് എന്നാണ് ചോദ്യം. എക്കണോമെട്രിക്സ്, എർഗണോമെട്രിക്സ്, പിന്നെ ക്ലിയോമെട്രിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരിക? ഓപ്ഷൻ സി, ക്ലിയോമെട്രിക്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ 3 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു രീതിയെയാണ് എന്ത് പറയുന്നത്? ക്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലിയോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The specialized field that integrates history, economics and statistics to analyze the past. പാസ്റ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് ഹിസ്റ്ററിയും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ചേർന്ന് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ആണ് എന്ത്? ക്ലിയോമെട്രിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ക്ലിയോമെട്രിക്സ് എന്നുള്ള പേര് എങ്ങനെ വന്നിട്ടുള്ളതെന്ന് അറിയോ? അതായത് ഹിസ്റ്ററിയുടെ ദേവതയായിട്ട്, ഒരു പാട്രോൺ ഗോഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആരെയാണ്? ഗ്രീക്ക് മിത്തോളജി വെച്ച് നോക്കുമ്പോൾ ക്ലിയോ ആണ് അല്ലെ, ക്ലിയോ. അതുപോലെ അളവ് തൂക്കങ്ങളെ അല്ലെങ്കിൽ അളവിനെയൊക്കെ നമ്മൾ മെട്രിക്സ് എന്നാണ് പറയുക. ഈ 2 ടേംസ് കൂട്ടിച്ചേർത്താണ് ക്ലിയോമെട്രിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ മെഷർമെന്റുകളും അളവുകളും ഒക്കെ ആണല്ലോ. അപ്പൊ അത് രണ്ടും കൂട്ടിച്ചേർത്താണ് ഈ ക്ലിയോമെട്രിക്സ് എന്നുള്ള ഒരു പേര് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്ലിയോമെട്രിക്സിനെ തന്നെ ന്യൂ എക്കണോമിക് ഹിസ്റ്ററി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു മറ്റൊരു പേര് ആണ് ന്യൂ എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് റോബർട്ട് ഹോഗലും അതുപോലെ സ്റ്റാൻലി ഏങ്കർമാനും ആയിരുന്നു കേട്ടോ. സ്റ്റാൻലി ഏങ്കർമാനും റോബർട്ട് ഫോഗലുമായിരുന്നു ഈ ക്ലിയോമെട്രിക്സിലെ പ്രധാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റു ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലെങ്കിൽ എക്കണോമിക്സിലെ തിയറികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു തിയറികളെ മാത്സും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉപയോഗിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയെയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഹിസ്റ്ററി വരുന്നില്ല, മാത്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എക്കണോമിക് തിയറികളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റകളെ സംഖ്യാ അടിസ്ഥാനത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ് എങ്കിലും എക്കണോമിക്സുമായിട്ടുള്ള ഒരു ബന്ധം സൂചിപ്പിക്കാനായിട്ട് ക്ലിയോമെട്രിക്സ് ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. ഇനി എർഗണോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? മനുഷ്യരും അവരുപയോഗിക്കുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കാനാണ് എർഗണോമെട്രിക്സ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.